യേശു അവളോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. നൊയൻപുകാല വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാപിനിയായ സ്ത്രീയോട് കരുണ കാണിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിന്റെ പുറകുവശത്ത് ഒരു വാക്യം പ്രകാരമുണ്ട്: താങ്ക് ഇറേസേഴ്സ് ഫോർ സെക്കൻഡ് ചാൻസസ്. ഒരു സെക്കൻഡ് ചാൻസിന്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷം. തെറ്റ് സ്വാഭാവികമാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കുമ്പോൾ ഇടയ്ക്കൊരു തെറ്റ് വന്നുപോയി. എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും ഈ ഒരു റേസറെ കൊണ്ട് നമുക്കത് മായ്ക്കാനായിട്ട് സാധിക്കും. ഒന്ന് ചിന്തിക്കുമ്പോൾ ഓരോ കുമ്പസാരവും ഒരു ഇറേസർ അല്ലേ? ആ ഒരു ഇറേസർ ഉപയോഗിച്ച് ആ ഒരു തെറ്റ് മായ്ക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് വീണ്ടും ലഭിക്കുന്നു. അവിടെയാണ് താങ്ക് ഇറേസേഴ്സ് ഫോർ സെക്കൻഡ് ചാൻസസ് എന്ന ഈ ഒരു ഫ്രേസിന്റെ അർത്ഥതലവും മനസ്സിലാക്കപ്പെട്ടു. നൊയൻപ് കാലത്തെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കുമ്പസാര ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു കുമ്പസാരത്തെ പറ്റി ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തിക്കുക. ഓരോ കുമ്പസാരവും ഒരു സെക്കൻഡ് ചാൻസ് പോലെയാണ്. വന്നുപോയ തെറ്റുകളെ ഒന്ന് തിരുത്തി എഴുതുവാനും ഒരു പുതിയ അധ്യായം തുടങ്ങുവാനുമുള്ള ഒരു സെക്കൻഡ് ചാൻസ് ദൈവം തൻ്റെ അനന്തമായ കരുണയാൽ നമുക്ക് നൽകുന്ന ഒരു സെക്കൻഡ് ചാൻസ്. ഇതിന്റെ കരുണയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ കൗതുകത്തോടെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു അധ്യായമാണ് ധൂർത്തപുത്രന്റെ ഉപമ. ദൈവം തന്റെ അനന്തമായ കരുണയാൽ തിരിച്ചു വിളിക്കുന്ന ധൂർത്തപുത്രനെ മാറോട് ചേർക്കുന്ന യേശുവിനെയാണ് എന്നും ധ്യാന വിഷയമാക്കാനായി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പസാരക്കൂട്ടുകളിലേക്ക് അടുക്കുമ്പോൾ ഈ ഒരു ദൈവത്തിന്റെ അനന്തമായ കരുണയെപ്പറ്റി ഒന്ന് മറ്റുള്ളവരെ വിധിക്കാതെ അവരെ ദൈവത്തിന്റെ കരുണയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും നമ്മോട് ദൈവം കാണിച്ച അനന്തമായ കാരുണ്യത്തെ നന്ദിയോടുകൂടി സ്മരിക്കാനും ഈ ഒരു നോയൻപ് കാലത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമുക്കും ഏറ്റുപറയാം, താങ്ക് ഗോഡ് ഫോർ സെക്കൻഡ് ചാൻസസ്.